1,20,000 രൂപയ്ക്ക് 2012 അൾട്ടോ 1,20,000 2012 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു വൈറ്റ് കളറ്, മേജർ ആക്സിഡൻസ് കാര്യം ഒന്നും ഇല്ലാത്തൊരു നല്ല വണ്ടി അല്ലേ, നീറ്റ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? ലോൺ എന്തായാലും ഞാൻ 1,20,000 മേലേക്ക് ആൾട്ടോന് ചെയ്തിട്ടുണ്ട് 2012. ഇത് നമുക്ക് ഒരു ഫൈനൽ 2,85 കൊടുക്കാം. 2016 VXI സെലേറിയോ മാനുവൽ 2,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഫുൾ കമ്പനി സർവീസ്. 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ എടുത്തിട്ട് 2009 മോഡല് പുതിയ പേപ്പർ ആക്കിയിട്ട് പാർട്ടിക്ക് കൊടുക്കാം. പിന്നെ ZXi പറഞ്ഞല്ലോ, ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. 4 അലോയ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി അലോയ് ആണ്. ടയർ ഭാഗങ്ങളുണ്ട്, സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ എവിടെ ഒരു സൂചി കുത്ത് പണിയെടുക്കാനില്ല. 3,70,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു കേരള രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞ ഇന്നോവ കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിൽ, അതായത് ഒരു 4 ലക്ഷത്തിൻ്റെ രൂപയ്ക്ക് ഉള്ളിൽ ബഡ്ജറ്റിൽ വരുന്ന കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റിയൊരു വീഡിയോ ആണ്. സൈനുഖൻ്റെ കൂടെയാണ് നമ്മളുള്ള. സൈനുഖ സ്വാഗതം. സ്വാഗതം. സാസ് യൂസ്ഡ് കാസ്, കണ്ണൂർ ചാലോടാണ് ലൊക്കേഷൻ വരുന്നത്. കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ റോഡിൽ ചാലോട് ടൗൺ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഒരു 500 മീറ്റർ. ഓക്കെ, അത്രേ. അതാണ് ലൊക്കേഷൻ, കണ്ണൂർ റോഡ്, ഇരട്ടി കണ്ണൂർ റോഡിൽ. അപ്പോൾ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. 55,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാറുണ്ടല്ലോ. അതെ, 55,000 രൂപ മുതൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറുണ്ട്. ഓക്കെ, ഇന്നോവ ഒക്കെ ഉണ്ട് 3.25 ലക്ഷത്തിനൊക്കെ. എത്രയാണ് വരുന്നത്? 3.25 കൊടുക്കാം. 3.25 ഇന്നോവ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. പിന്നെ മോഡല്, അതായത് ന്യൂ മോഡൽ വാഹനങ്ങളല്ല, GST പുതിയ മോഡൽ വാഹനങ്ങൾക്ക് ഇപ്പോൾ 23, 24 അല്ലെങ്കിൽ 22 മോഡൽ വാഹനങ്ങൾക്കൊക്കെ GST ബാധകമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സെഗ്മെന്റ് അല്ല, ചെറിയ സെഗ്മെന്റ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഇന്ന് 800 ഇല്ല അല്ലേ? മാരുതി 800 ഇപ്രാവശ്യം ഇല്ല. ഉണ്ടായിരുന്നു, 2 ദിവസം മുന്നേ പോയത്. നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിൽ കാണിക്കാതിരുന്നിട്ടില്ല. ഇല്ല, എല്ലാ വണ്ടിയിലും എല്ലാ വീഡിയോയിലും അത്യാവശ്യം മാരുതി 800 ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി ഉണ്ടാവാറ്. ഒരു ബിലോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിലാ നമുക്ക് വണ്ടി കൊടുക്കാം. ഇന്നലെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു 30 രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയൊരു കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഒഴിവാക്കിയത്. വണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മെക്കാനിക്കിനോ ആരെങ്കിലും കൂട്ടി വന്ന് ചെക്ക് ചെയ്യാം വണ്ടി. ഓക്കെ, വേറെ മേജർ ആയിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, വലിയൊരു ആൾട്രേഷനും കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കൂല. പാർട്ടിന്റെ കണ്ടീഷനിൽ അതേപോലെ തന്നെ എടുക്കുന്നത്. മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ, ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കാറ് സാധാരണ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കത് ആദ്യം ഒരു ഡീസൽ i20 തുടങ്ങാം. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ, പഴയ ഷേപ്പ് i20 ആണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഉണ്ടാവും. 19 ഏതാ പറഞ്ഞ ഓപ്ഷൻ? ഇത് സ്പോർട്സ് വേരിയന്റ് ആണ്. ഏതാ മോഡല്? 2012 സ്പോർട്സ്. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. അലോയ് വീൽ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരൂലേ? ഓട്ടോ കൺട്രോൾ AC ഉണ്ട്, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കൽ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ് അന്നത്തെ സ്പോർട്സ് ഡീസൽ i20. മേജർ ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെയുള്ള വേറെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഇതിപ്പോ 92 കാണിക്കുന്നത്. അത് ഉറപ്പിക്കാൻ പറ്റുമോ? ഓഡോമീറ്ററിൽ 92 ഉള്ളത്. നമുക്ക് കിട്ടുമ്പോഴുള്ള കിലോമീറ്റർ ആണ്. പിന്നെ അതിൽ വേറെ നമ്മള് കിലോമീറ്ററിൽ കളിക്കാറില്ല. ഓക്കെ, പിന്നെ അറിയാലോ, നമ്മളിപ്പോ 2009 വണ്ടി 21,000 കിലോമീറ്ററിൽ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതേ വീഡിയോയിൽ ചെയ്തിട്ട്. അപ്പൊ കിലോമീറ്ററിൽ നമുക്ക് കിട്ടുമ്പോഴുള്ള കിലോമീറ്റർ നമ്മൾ അതേപോലെ കൊടുക്കുന്നത്. അതിപ്പോ 1,30,000 ഓടിയ വണ്ടി ഉണ്ട്, അത് അതേ കിലോമീറ്ററിൽ. അപ്പൊ ഇത് കിലോമീറ്റർ ഉറപ്പിച്ച് പറയുന്നില്ല, അത്രേ ഉള്ളൂ. നിലവിൽ മെക്കാനിക്കൽ കണ്ടീഷൻ എങ്ങനെ? മെക്കാനിക്കൽ കണ്ടീഷൻ ഇപ്പൊ വേറെ നിലവിൽ പ്രശ്നമൊന്നുമില്ല. ഇഞ്ചക്ടർ അടി അങ്ങനത്തെ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോ എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്കൊരു 2,20,000 കൊടുക്കാം. 2012 ഡീസൽ സ്പോർട്സ് i20 2,20,000 ആണ് ചോദ്യം. ഫൈനലാണോ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം? ചെറിയ എന്തെങ്കിലും ഫൈനൽ റേറ്റ് ആണ് നമ്മൾ മാക്സിമം പറയുന്നത്. പിന്നെ നോക്കിയിട്ട് പാർട്ടി വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു 2,20,000 സ്പോർട്സ് ഡീസൽ i20 2012 മോഡൽ. ഒരു ലോൺ ഒരു 1.5 കിട്ടും. അടുത്തതാ ഹ്യുണ്ടൈ ഇയോൺ, ഒരു ചെറിയ സെഗ്മെന്റ് വാഹനമാണ്. KL13 കണ്ണൂർ. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? ഇത് 2014 സ്പോർട്സ് ആണല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് ആണ് സ്പോർട്സ്. ഇതിലേക്ക് വരുമ്പോൾ എയർ ബാഗ് വരും. ബാക്കി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്,
ടൂ ഡോർ പവർ വിൻഡോ അതൊക്കെ 2 ഡോർ പവർ വിൻഡോ കോമണാണ് അത്രേ വരുന്നുള്ളൂ. പിന്നെ അലോയിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അഡീഷൻ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് ഓപ്ഷൻ ആണ്. എയർ ബാഗ് തന്നെ അതുണ്ടാവും. എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ 14 എത്ര ഓട്ടം പോയി ഇപ്പോൾ? 14 ഇത് 85 സംതിങ്. 85,000 അല്ലേ? ഓക്കെ. സിംഗിൾ RC ആണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ടയറൊക്കെ ഒരു ആവറേജ് പറയാനുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ മാറാനായി. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? ഇതൊരു 1,42 കൊടുക്കാം. 1,42,000 രൂപയ്ക്ക് 2014 സ്പോർട്സ് ഓപ്ഷൻ 85,000 കിലോമീറ്റർ ഓടിയ ഇയോണ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അഡീഷണൽ അലോയ്സും കാര്യമൊക്കെ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇതിലിപ്പോൾ പെട്ടെന്ന് മാറേണ്ട എന്താണല്ലോ, ടയേഴ്സ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് മാറാനുള്ള കാര്യമായിട്ടുള്ള വേറൊന്നുമില്ലല്ലോ. ടയർ മാത്രം ഓടാം. ഓടാനുണ്ട്, വേണേ മാറാം. പുതിയത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ലോണ് കയറൂലേ? ആവറേജ് ലോൺ എന്തായാലും കയറും. ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എനിക്ക് തോന്നുന്നു 10,000 20,000 എന്തായാലും ഒരു 1.25 എന്തായാലും ലോൺ കിട്ടും. അത്രയും കണ്ടാൽ ഇറക്കാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ്. 2014 സ്പോർട്സ് ആണ്. താല്പര്യം വിളിച്ചോളൂ. സിംഗിൾ ഓണർ. സിവിൽ സ്കോറും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണെങ്കിൽ ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഒരു 16-18 റേഞ്ച് മൈലേജ് കിട്ടും ഏകദേശം. അടുത്ത വാഹനം എന്താ? ആൾട്ടോ 800 ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? അതെ, ഇത് 2012 ഡിസംബർ വണ്ടിയാണ്. ലാസ്റ്റ് വാഹനം. 13 മോഡൽ ഇല്ലാതെ ഉള്ളൂ. 12 ഡിസംബറിലെടുത്ത LXi ആണ്. അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രേ കളറിൽ പൊതുവെ മാർക്കറ്റുള്ള കളറാണല്ലോ. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എല്ലാം പ്രോപ്പർ വർക്കിംഗ്. ആവറേജ് വൃത്തിയുള്ള വണ്ടി. പ്രോപ്പർ വർക്കിംഗ് ആണ്. AC കാര്യങ്ങളൊക്കെ തണുപ്പൊക്കെ. AC പവർ സ്റ്റിയറിംഗ്, 2 2 ഡോർ പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ഓട്ടം 70,000 കിലോമീറ്റർ. 2012 ഡിസംബർ വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒരു ആൾട്ടോ 800 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നതിന്? നമുക്കിപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 1,48 കൊടുക്കാം. 1,48,000 രൂപയ്ക്ക് 2012 ആൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1,48. ലോണ് ഒരു 1.20 ഒക്കെ കയറില്ല? ചെയ്യാം. ഏകദേശം ഫുൾ മേലെ എന്തായാലും ചെയ്യാം. 1.20 1.25 വരെ നമുക്ക്. ബാക്കി നിങ്ങളുടെ ട്രാക്ക് കൂടെ ഓക്കെ ആണെങ്കിൽ മാക്സിമം കിട്ടാൻ ചാൻസ് ക്ലിയർ ആണെങ്കിൽ ലോൺ ഉണ്ട്. ഓക്കെ. 1,48 കൊണ്ടുപോകാം ഈ ഒരു വാഹനം. പ്രൈസ് എല്ലാം ഏകദേശം ഫൈനലാണ് പറയുന്നത് അല്ലേ? ഏകദേശം ഫൈനലാണ്. ഇതൊക്കെ പിന്നെ മാക്സിമം ആണ്. ഓക്കെ. നമ്മള് ശരി അങ്ങനെ ബാർഗൈനിങ് ചെയ്തിട്ടാണല്ലോ ജിതി പറയിപ്പിക്കുന്നത്. ഓക്കെ. അടുത്ത വണ്ടി ഇതാ വീണ്ടും ആൾട്ടോ 800 KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. സെയിം കളർ ആണല്ലേ? സെയിം കളർ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2018 ആണ്. 2018 LXi വണ്ടി. LXi. ഓക്കെ. ഓട്ടം 1 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓട്ടം പോയിട്ടുണ്ട്, അത്യാവശ്യം പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. മറ്റേനേക്കാൾ ഓട്ടം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. 2018 1 ലാഖിൻ്റെ അടുത്ത് ഓടിയോ LXi ആൾട്ടോ 800 ആണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ക്ലെയിം അങ്ങനെ മേജർ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എന്തോ ചെറിയൊരു ഇത് വന്നിട്ട് ആ സൈഡ് ഡോറ് മാറിയിട്ടുണ്ട്. 2 ഡോർ മാറി. ഡോറിന്റെ ഗ്ലാസ് ഒന്നും മാറിയില്ല, ഡോറ് മാറിയിട്ടുണ്ട്. ഡോറ് മാത്രം മാറിയതാണ്. ഗ്ലാസ് സ്വാഭാവികമായിട്ടും ഈ ചില കമ്പനിയിൽ നിന്ന് ചെറിയൊരു ഒട്ടുണ്ടെങ്കിൽ തന്നെ ഇൻഷുറൻസിൽ പിന്നെ മാറും. ഇൻഷുറൻസിൽ പിന്നെ മാറില്ല. ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക? 2018 ആണ്. ഇതിപ്പോൾ ഒരു ഫൈനൽ ഒരു 2,40 കൊടുക്കാം. 2,40,000 രൂപയ്ക്ക് 2018 ആൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ 2 ഡോറ് മാറിയിട്ട് ഗ്ലാസ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, ചെക്ക് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? ഇതിപ്പം ഏകദേശം ആ എമൗണ്ട് തന്നെ ലോൺ വാങ്ങിച്ചു. ഫുൾ ലോണ് ചാൻസ് ഉണ്ട്. 18 വണ്ടിയല്ലേ? അതെ. ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കിട്ടും, സിബിൽ ഇഷ്യൂസ് ഇല്ലെങ്കിൽ അല്ലേ? ഓക്കെ. അടുത്തതാ അത്യാവശ്യം വലിയൊരു സെഡാൻ വണ്ടി. ടൊയോട്ട കൊറോള അൾട്ടിസ് ആണ്. പെട്രോൾ സെഗ്മെന്റ് ആണ്. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും അല്ലേ? വളരെ കുറവാണ്. മെയിൻ്റനൻസ് കുറവാണ്. കിലോമീറ്ററും കാര്യങ്ങളും ഒന്നും എത്ര ഓടിയാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓടിയാലും തളരാത്ത എഞ്ചിനാണ്. കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു സെഡാൻ കാറ്റഗറി. ഇത്രയും വലുപ്പമുള്ള വണ്ടിയാണ്. പിന്നെ മൈലേജ് കുറച്ച് കുറവായിരിക്കും. മൈലേജ് കുറവായിരിക്കും. 10-12 വരെ മാക്സിമം അത്രേ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ചെറുവണ്ടിയൊക്കെ ആണെങ്കിൽ ടൗണിലൊക്കെ അത്രേ കിട്ടുള്ളൂ. ഏത് ചെറിയ പെട്രോൾ വണ്ടി 14 വരെ കിട്ടുന്ന വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർ ഉപയോഗിക്കുന്നവർ വന്ന് പറഞ്ഞതാണ് 14 മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ്ങിലൊക്കെ ചിലപ്പോൾ കിട്ടും. ഇതേതാ മോഡലൊക്കെ? ഇത് 2010 ആണ്. 2010 ഇവിടത്തേക്ക് റീ ആക്കാൻ വേണ്ടി NOC കാര്യങ്ങളൊക്കെ എടുത്തതാണ്. നമ്മൾ കണ്ണൂര് KL 13ലേക്ക് എടുത്തതാണ്. നമ്മളിപ്പോ റീ രജിസ്ട്രേഷൻ ചെയ്തു. 5 വർഷത്തെ പേപ്പറും ആക്കിയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2010 ആയതുകൊണ്ട് തന്നെ അടുത്ത മാസം
റിന്യൂവൽ വരും അടുത്തല്ല ഡിസംബറിലേക്ക് റിന്യൂവൽ വരും. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ബില്ലിംഗ് ആണെങ്കിൽ വണ്ടി ഇപ്പൊ തന്നെ കൊടുക്കാം. NOC കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്താൽ മതി, വണ്ടി ഒന്ന് കാണിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ KL 13 ഇപ്പോൾ RTO കിട്ടിയിരിക്കുന്നത്. ഓക്കെ, NOC എടുത്തത്. ഓക്കെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 90 കാണിക്കുന്നത്. ഉറപ്പിക്കുന്നില്ല, അറിയാവുന്ന വണ്ടിയാണ്. പിന്നെ അറിയാലോ അത്യാവശ്യം. ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഇല്ല, അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനി ഓവർ സീറ്റ് കവറും കാര്യങ്ങളൊന്നും പുതിയത് അടിച്ചതല്ല, ആ ഒരു അതേ വൃത്തിയുണ്ട്, അതേ ഇതിൽ തന്നെ ഉള്ളതല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. നല്ല വണ്ടി, നല്ല അത്യാവശ്യം ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ റോഡിന്റെ ഇവിടെ വർക്ക് നടക്കാണ്, കൊണ്ട് കുറച്ച് പൊടി പിടിച്ചിട്ടുള്ള പൊടിയാണ്. നിങ്ങളൊന്ന് വാഷ് ചെയ്ത് പോളിഷ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല മിനുങ്ങും അല്ലേ? നമ്മളെന്തായാലും വാഷ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. അല്ല, വാഷ് ചെയ്തിട്ടല്ല, പോളിഷും കൂടി അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന അത് നോക്കണ്ട, കാരണം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പുതിയത് ചെയ്യണല്ലോ, എന്തായാലും ചെയ്യണം, എല്ലാം മാറ്റണം. എത്ര കൊടുക്കാം നമുക്ക് റിന്യൂവൽ? നമുക്ക് ഫൈനൽ ഒരു 290 കൊടുക്കാം. 2,90,000 രൂപയ്ക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് കേരള നമ്പർ ആക്കിയിട്ട് 5 വർഷത്തെ പേപ്പറിൽ 290 ഈ ഒരു അൾട്ടിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഫുൾ ഓപ്ഷൻ, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടി, അടിപൊളി സെഡാൻ വണ്ടി കൊണ്ടു നടക്കാം അല്ലേ? മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, എല്ലാം വരും. അലോയ്സ് അടക്കം വരും. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഇപ്പൊ നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ്. ഓക്കെ. അടുത്തൊരു അൾട്ടോ ആണ്, KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. ഇപ്പുറത്തൊരു കേട്ടൻ ഉണ്ട് കേട്ടോ. നമുക്ക് കേട്ടൻ പിന്നെ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 വണ്ടിയാണ്. 2012 27 വരെ പേപ്പർ ഉണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. നീറ്റ് AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. പഴയ ആൾട്ടോ ആണ്, AC ഓഫാക്കി ചവിട്ടിയ കയറി പോകുന്ന വണ്ടിയല്ലേ? പറക്കുന്ന വണ്ടിയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2012 ആൾട്ടോ ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 1-ന് ഓടിയിട്ടുണ്ട്. ഓക്കെ. എത്രയാ ഇപ്പൊ ചോദിക്കുന്നതിന്? ഇതിപ്പോ ലാസ്റ്റ് 1,20,000 കൊടുക്കാം. 1,20,000 രൂപയ്ക്ക് 2012 അൾട്ടോ 1,20,000 ആണ്. 2012 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു വൈറ്റ് കളറ്, മേജർ ആക്സിഡൻസ് കാര്യം ഒന്നും ഇല്ലാത്തൊരു നല്ല വണ്ടി അല്ലേ? നീറ്റ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? ലോൺ എന്തായാലും ഞാൻ 1,20,000 മേലേക്ക് ആൾട്ടോന് ചെയ്തിട്ടുണ്ട് 2012. ചാൻസ് ഒന്നും കൂടെ 25 ലാസ്റ്റ് ആയില്ലേ? എന്തായാലും മേലെ എന്തായാലും ലോൺ കിട്ടും. അത്രയും ചെറിയ മോട്ടോ ഉണ്ടാവും, നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. 1,20,000 2012 ആൾട്ടോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ഫുട്പാത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ. അടുത്തതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇന്നോവയാണ്. ചെറിയൊരു സെഗ്മെന്റ് അല്ല, ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ഇന്നോവ അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2008 മോഡലാണ്. ഇപ്പൊ പേപ്പർ 2008 28 വരെ പേപ്പർ. 2028 വരെ പേപ്പറിലേക്കാണ്. 28 മിഡിൽ, അതായത് പകുതിക്ക് മേലെ ഉണ്ട്. അതിന് 3 വർഷം. 3 വർഷം മേലെ. ഇനി 3 വർഷം കറക്റ്റ് പേപ്പർ ഉണ്ട്. ഏതാ G4? ഇത് G4 വണ്ടി. Type 4 കൺവേർട്ട് ചെയ്തിട്ടില്ല? കൺവേർട്ട് ചെയ്തതാണ്. പിന്നെ റീവണ്ടിയാണ് കേട്ടോ, ഇങ്ങോട്ടേക്ക് മാറിയതാണ്. മാറിയതാണ്, വർഷങ്ങളായി കേട്ടോ. മാറിയിട്ട് ഇപ്പൊ അടുത്ത് വന്നൊന്നല്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. അവിടെ എവിടെയും കൂടി സെക്കൻഡ് അല്ലേ? ഓക്കെ. കുറേയായി കേരളത്തിലോട്ട് മാറിയിട്ട്. എന്തായാലും എവിടെയാ മാറിയ? കേരളം ഇവിടെ തന്നെ, കണ്ണൂർ തന്നെ. 13 അല്ലേ? 13ലേക്ക് മാറിയ ഇന്നോവയാണ്. 2028 വരെ പേപ്പറുള്ള വാഹനം. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം AC കാര്യങ്ങളൊക്കെ എല്ലാം പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. കിലോമീറ്റർ അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ, ചെളിയ കാരണം ഒന്നും മനസ്സിലാവില്ല. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 2 ലക്ഷം. 2 lakh കിലോമീറ്റർ ഓടിയ ഇന്നോവ 2028 വരെ പേപ്പർ ഉണ്ട്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ 3.25. 3,75,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ ഇന്നോവ കൊണ്ടുപോവാം. 2028 വരെ പേപ്പറുണ്ട്. പ്രൈസ് ഏകദേശം ഫൈനൽ തന്നെയാണ്? ഫൈനലാണ്, ഏകദേശം ഫൈനൽ. ഓക്കെ. ലോണ് ചാൻസ് ഇല്ല, പഴയ മോഡലാണ്. ലോണ് കിട്ടാനില്ല, ഫിനാൻസുകൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഓക്കെ. നോക്കാം അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ മാരുതി സുസുക്കി സെലേറിയോ ആണ് വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് സെലേറിയോ 2016 ആണ്. 16 മോഡൽ. 16 VXI. ഓക്കെ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി? അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. 4 അടിപൊളി ടയേഴ്സും ഉണ്ട്. അടിപൊളി ടയേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കഥയാ.
ഈ ടൗണിൽ നിന്ന് മാറിയിട്ട് ഇവിടെ വന്ന ബന്ധേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ഓടിയിട്ടില്ല. അത്രേ ഓടിയുള്ളൂ. 4 ടയർ ഒരുമിച്ച് മാറിയതാണ്. ടയർ അത്യാവശ്യം ആയിരുന്നു. അപ്പോൾ 2 മാറാൻ വേണ്ടി പോയതാണ്. അത് 4 മാറി പുത്തൻ ടയറാണ്. ഒരു 2 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അത്രേ ഓടിയിട്ടുള്ളൂ. 2-3 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടം എത്രയാ ഇത് ഓട്ടം ഉണ്ട്. 1,40,000 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അത് കമ്പനി സർവീസ് ആണ്. ഫുള്ളി റെഗുലർ സർവീസ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിടക്കുന്ന 2016 140 ഫുൾ കമ്പനി സർവീസ് പോയ സാധനം റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഒരു സാധനം റീപ്ലേസ് വെൽ മെയിൻറ്റൈൻഡ് ആയി നിൽക്കുന്ന ഒരു വാഹനമാണ് സെലറിയോ. 2016 വണ്ടി, പെട്രോൾ എഞ്ചിനാണ്. വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല. സാധാ സർവീസ് ചെയ്ത് കൊണ്ടു നടന്നാൽ 3 ലക്ഷം കിലോമീറ്റർ ഒക്കെ അങ്ങനെ ഓടിക്കോളൂ അല്ലേ, സുഖമായിട്ട്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഓടുമായിരിക്കേ, കണ്ടിട്ടില്ല അതുകൊണ്ടാ. ഓക്കെ. എത്രയാണ് ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു ഫൈനൽ 285 കൊടുക്കാം. 2016 VXI സെലറിയോ മാനുവൽ 2,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഫുൾ കമ്പനി സർവീസ്. അതെ. ഓക്കെ. ലോണ് ഫുള്ളും ചാൻസ് ഉണ്ട് അല്ലേ? ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ല പുത്തൻ ടയറുള്ള വണ്ടിയാണ്. എടുക്കുക, കൊണ്ടു നടക്കാം അല്ലേ, പെട്രോൾ അടിക്കുക, ഓടിക്കുക. അടുത്ത വണ്ടിയിലേക്ക് 1 lakhിൻ്റെ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ഇപ്പുറത്ത് വേറൊന്നുണ്ട്. അപ്പോൾ സെൻ എസ്റ്റിലോ ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. എസ്റ്റിലോ അഡീഷണൽ നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, നല്ല അലോയ്സും അത്യാവശ്യം ടയേഴ്സും ഉണ്ട്. ഒരു 60-65%. ഓ, നല്ല ടയർ, നല്ല കട്ടുള്ള ടയർ. എങ്ങനെ 2009 മോഡൽ. 2009 29 വരെ പേപ്പറുള്ള. ഓക്കെ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗം ഫുള്ളാണ്. അലോയ് വീലുണ്ട്. LXI 2 ഡോർ പവർ വിൻഡോ. LXI ആണ്. 2 ഡോർ പവർ വിൻഡോ. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാം വർക്കിംഗ് അല്ലേ? നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടി. അതെ, സ്പേസും ഹൈറ്റും ഉണ്ട്. അതെ, ഹൈറ്റ് ഒക്കെ കിട്ടും. അതെ. ഓക്കെ. 2 ഹെഡ്ലൈറ്റ് വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ, മാറിയത്? അത് ചേഞ്ച് ചെയ്തതായിരിക്കാം. ഇത് പഴയ ഹെഡ്ലൈറ്റ് ആണ്, ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആണ്. ഇത് മാറിയിട്ടുണ്ട്. വേറെ മേജർ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ. ഓക്കെ. അപ്പോൾ 2029 വരെ പേപ്പറുള്ള സെൻ എസ്റ്റിലോ LXI AC 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമ്മളൊരു ഓഫർ പ്രൈസ് ഇപ്പൊ പറഞ്ഞല്ലോ. മാക്സിമം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുറപ്പിച്ച് നമുക്കൊരു 85 രൂപയ്ക്ക് ലാസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ. 85,000 അതിൽ കുറഞ്ഞാൽ പിന്നെ എന്താ പറയാ, കയ്യിൽ നിന്ന് പോകും. 85,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് പോലെ ഒരു 85,000 രൂപയ്ക്ക് നമുക്ക് 2029 വരെ പേപ്പറുള്ള എസ്റ്റിലോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡ്രൈവിംഗ് പഠിക്കാനും അത്യാവശ്യം എന്താ പറയാ, ഫാമിലി പർപ്പസിനും ഒക്കെ പറ്റിയ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളവർക്കൊക്കെ ചെറിയ പൈസ വണ്ടി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് സൂട്ടബിൾ ആയ ഒരു വണ്ടിയാണ്. അലോയ്സ് ഉണ്ട് അഡീഷണലി. ഓക്കെ. ലോണൊന്നും ചാൻസ് ഇല്ല. ഈ ചെറിയ മോഡൽ ലോണിൻ്റെ നഷ്ടമാണ്. അടുത്ത വണ്ടിയിലേക്ക് ഒരു അടിപൊളി A-Star ആണ് അടുത്ത വാഹനം. A-Star എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടിയാണ്. പക്ഷേ അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സും ഇല്ല, എന്നാലും 90% പുതാപ്പത്തെ ബട്ടൺ പോകാത്ത ടയർ, അങ്ങനത്തെ ടയറാണ്. എങ്ങനെയാ സാധനമൊക്കെ ഡീറ്റെയിൽ? ഇതിപ്പോ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പേ ഒന്നും കൂടി പറയട്ടെ. സിംഗിൾ RC, ജെന്യൂൻ കിലോമീറ്റർ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എന്നിട്ട് ഡീറ്റെയിൽ പറയാം. 2009 ആണ് മോഡൽ. 2009 മോഡൽ. പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. ഇപ്പൊ ടാക്സ് അടച്ചിട്ടുണ്ട്. പുതിയ പേപ്പർ 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ എടുത്തിട്ട് 2009 മോഡല് പുതിയ പേപ്പർ ആക്കിയിട്ട് പാർട്ടിക്ക് കൊടുക്കാം. പിന്നെ ZXi പറഞ്ഞല്ലോ, ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. 4 അലോയ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി അലോയ് ആണ്. ടയർ ഭാഗങ്ങളുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ എവിടെ ഒരു സൂചി കുത്ത് പണിയെടുക്കാനില്ല. ബോഡിക്കോ അല്ലെങ്കിൽ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. പിന്നെ അതായത് ഓപ്ഷൻസ് 58 വീല് ഫാൻസി നമ്പറും കൂടിയാണ്. 42-22 അവന് ഭയങ്കര നിർബന്ധം ഫാൻസി നമ്പർ എടുത്തു. അപ്പോൾ 2 എയർ ബാഗ് വരും, 4 പവർ വിൻഡോ, എല്ലാം അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 2 എയർ ബാഗ് ചെറിയ വണ്ടിയിൽ തന്നെ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. പുതിയ പേപ്പറിൽ നമുക്ക് എത്ര കൊടുക്കാം? 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. 69,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. അത് മാത്രമല്ല സിംഗിൾ RC. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 1,40,000 രൂപ കൊടുക്കാം. ഫൈനലാണ് ഏകദേശം? ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. 1,45,000 ZXi ആണ്. VXi ഒന്നല്ല, ഏറ്റവും ടോപ്പ് ആൻഡ് 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. ക്വാളിറ്റിക്കുള്ള റേറ്റ് കൊടുത്തെടുത്തതാണ്. ഓക്കെ. കാരണം A-Starന് നല്ല വണ്ടിക്ക് ആള് ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി അല്ലേ? ചെറിയ എമൗണ്ടിന്. അതെ, ചെറിയ എമൗണ്ടിന് പുതിയ പേപ്പറിൽ 5 വർഷത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ.
ലോണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ നോക്കണ്ട. അത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, 2009 കിട്ടുന്നുണ്ട്. കിട്ടും. എല്ലാ ഫൈനാൻസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എടുക്കണ്ട വെറുതെ അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സ്റ്റാർട്ടിംഗ് റേഞ്ച് വണ്ടി അല്ലേ, ഇവിടുത്തെ ഇന്നത്തെ മാരുതി സുസുക്കി സെൻ പെട്രോൾ അല്ലേ. പെട്രോൾ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതിപ്പോ 2006 വണ്ടിയാണ്. 2006 എന്നല്ല, ഇപ്പൊ 2000 വണ്ടി ആയാലും 2003 വണ്ടി ആയാലും സെഡ് എന്ന് പറയുന്ന സെൻ എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല. കാരണം നമ്മൾ കച്ചവടക്കാരാണല്ലോ. നമ്മുടെ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു മാരുതിയുടെ ഒരു 10 വണ്ടി വരുന്നതിൽ അതിൽ 2 എണ്ണം ഇപ്പോ സെന്നിന് 1 90 110 ഒക്കെയാണ്. മോഡലില്ല അവിടെ, മോഡലിന് ഒരു പ്രസക്തി ഇല്ല. അല്ല, ഇതിപ്പോ 2006 26 പേപ്പർ 26 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസും അതുപോലെ തന്നെ 26 8 മാസം വരെ 7 മാസം വരെ അങ്ങനെ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ഓവറോൾ വണ്ടി നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. നല്ല നീറ്റ് ഉണ്ട്. സീറ്റ് ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും. ഓണർഷിപ്പ് മൊത്തം കൂടിയിട്ടുണ്ടാവുമല്ലോ? ഓണർഷിപ്പ് മൂന്നാമത്തെ ഏതായാലും മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല. നല്ല വണ്ടിയാണ്. 2026 വരെ പേപ്പറുള്ള LXi പെട്രോൾ സെൻ ആണ്. മൈലേജ് ഒരു 10-14 വരെയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? 16 വരെയൊക്കെ കിട്ടും. 16 വരെ കിട്ടും. ഓക്കെ, നമ്മളിപ്പോ അങ്ങനെ ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ട് എന്തായാലും സെന്നിന് മൈലേജോ മോഡലോ അതൊന്നല്ല, ആ വണ്ടിയുടെ അതിനോടുള്ള ഒരു ഇഷ്ടത്തിനാണ് പൈസ. ഓക്കെ, അപ്പോൾ 26 വരെ പേപ്പറുണ്ട്, ഇൻഷുറൻസും എല്ലാം ഉണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? 55,000. ഇപ്പോ 55,000 രൂപ കൊടുക്കാം. അതന്നെയല്ല ഫൈനൽ റേറ്റ്. സെന്ന് തപ്പി അടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ എന്നോട് തന്നെ സെന്നിന് പറഞ്ഞു വെച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആരും വിളിച്ചിട്ടില്ല, ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തു. ഓക്കെ, 55,000 രൂപയ്ക്ക് തന്നെ കൊണ്ടുപോകാം. മാരുതി സുസുക്കി എക്സ്പ്രസോ KL 59 രജിസ്ട്രേഷൻ വാഹനം, കണ്ണൂർ തളിപ്പറമ്പാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ച മോഡലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴും ഏകദേശം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ എക്സ്പ്രസോ ആണ് അല്ലേ? ഓക്കെ, എങ്ങനെ 2019-20 രജിസ്ട്രേഷൻ 10 മോഡൽ 20 മാനുഫാക്ചറിംഗ് ആണ്. 20 ഡെലിവറി രജിസ്ട്രേഷൻ അല്ല 20-ലാണ്. ഓക്കെ, സിംഗിൾ RC വണ്ടിയാണ്. ഏതാ? VXi പ്ലസ് ടോപ്പ് എൻഡ് ആണ്. ഓക്കെ, പിന്നെ നിലവിൽ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ RC വണ്ടിയാണ്. ഓട്ടോ എത്ര പോയി? 70,000 കിലോമീറ്റർ. 70,000, 19 മോഡൽ, 20 രജിസ്ട്രേഷൻ. മൈലേജ് കിട്ടും, അതുകൊണ്ട് തന്നെ ആ ഒരു ഓട്ടോ പോയിട്ടുണ്ട് അല്ലേ? 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 1 ലിറ്റർ റേഞ്ചിലാണ് വരിക. 1 ലിറ്റർ 20 കിട്ടും. പിന്നെ പറഞ്ഞാണ് ഏകദേശം. ഓക്കെ, ഒരു ക്ലെയിം ഇല്ല അല്ല? ഇല്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു 3,48,000 രൂപ കൊടുക്കാം. 3,48,000 ഫൈനൽ റേറ്റ്. VXi പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് എൻ്റെ അന്നത്തെ. 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ എക്സ്പ്രസോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3 ലക്ഷത്തിൻ്റെ മേലെ ലോൺ ഏകദേശം കിട്ടും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. മെയിൻ്റനൻസ് ഇല്ലാത്തൊരു ചെറിയ ഒരു മൈക്രോ ചെറുതെന്ന് പറഞ്ഞാൽ അകത്ത് നല്ല സ്പേസ് ആണ്. അകത്ത് സ്പേസ് ഉണ്ട്. ടാറ്റ നാനോ കൊണ്ട് പറഞ്ഞു സ്പേസ് ആയാലും അതുപോലെ സ്പേസ് ആയാലും അത്യാവശ്യം നല്ല. തീർച്ചയായും. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സ്വിഫ്റ്റ് ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടി. പക്ഷേ ഇതിലെ ഡീറ്റെയിൽ പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു സുമോ കൂടെ ഉണ്ട്. അതെ, സുമോ ഉണ്ട്. 7 സീറ്റർ വണ്ടി ഉണ്ട്. സുമോ ടാക്സിയിലാണ്. 2012-13 രജിസ്ട്രേഷൻ. ഓക്കെ, റെഡ് കളർ വണ്ടി കാണിക്കുമല്ലോ അല്ലേ? ജസ്റ്റ് നമുക്ക് കാണിക്കാം. 2012-13 രജിസ്ട്രേഷൻ ടാക്സിയിലാണ്. 1 വർഷത്തെ പേപ്പർ ഉണ്ട്. ഫിറ്റ്നസ് എടുത്തിട്ട് ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ. നല്ല വണ്ടി. കോൺടാക്ട് ചെയ്തോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം. ഇതെങ്ങനെയാ സ്വിഫ്റ്റ് എങ്ങനെയാ? ഇത് 2014 VDI ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. ഓട്ടോ 1,80,000 ഓടിയിട്ടുണ്ട്. പക്ഷേ കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഇഞ്ചിൻ 0 കിലോമീറ്റർ. അതായത് ഫുൾ വർക്ക് ചെയ്തതാണ്. ഒരു പൊല്യൂഷൻ പ്രശ്നം ഇതുണ്ടായിരുന്നു, പുകയേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ എന്തോ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അഴിച്ചു. പിന്നെ അഴിച്ചതല്ല എന്നുള്ള കണ്ടീഷനിൽ ഫുൾ വർക്ക് ചെയ്തു. ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ അഴിച്ച് മൊത്തം പണിയെടുത്ത് റീസെറ്റ് ചെയ്തതാണ്. റീസെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് എടുക്കുന്ന പാർട്ടിക്ക് ഇനി പെട്ടെന്ന് എഞ്ചിൻ പണി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി വരുമോ, അതിന് ഇഞ്ചിനകത്ത് നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അത്രയും കിലോമീറ്റർ ഓടിയത് കൊണ്ട് ഇഞ്ചിനകത്ത് നിന്ന് എന്തെങ്കിലും ബെയറിംഗ് പോവോ അല്ലെങ്കിൽ പിസ്റ്റനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു പേടി വേണ്ട. കാരണം ഫുൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് കിലോമീറ്റർ തന്നെ പറയാം. അങ്ങനെ വേണമെങ്കിൽ പറയാം. പെർഫോമൻസ് കറക്റ്റ് ആയിരിക്കും. 1 ലാഖ് ഓടിയിട്ട് മേജറൊക്കെ ചെയ്താൽ മതി. അതെ അതെ. ഓക്കെ, അപ്പോൾ 180 ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളത്. പക്ഷേ വർക്കൊക്കെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ടൈമിംഗ് ചെയിൻ അടക്കം
പണി ചെയ്തിട്ടുണ്ടാവും എഞ്ചിൻ മാറുമ്പോൾ. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല ഒന്നുമില്ല. മൈലേജ് ഉണ്ടാവും 17 to 20 റേഞ്ച് എന്തായാലും മൈലേജ് ഉണ്ടാവും. ഓക്കെ. എത്ര ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 380 കൊടുക്കാം. 3,80,000 2014 VDI സ്വിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ പണിയും കഴിപ്പിച്ച വണ്ടിയാണ്. ലോൺ ഒരു 3 ലക്ഷം 3.5 കിട്ടും. ഓക്കെ. അത്യാവശ്യം ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല എല്ലാം ഉണ്ടല്ലോ, പിന്നെ ഓടാനുള്ള കണ്ടീഷനിലുണ്ട്, കുറച്ചോടാനുണ്ട്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സാസ് കാസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ ഈ ഭാഗത്ത് വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിലേക്ക് പോരട്ടെ. നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോ ഷോറൂമിലും ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുത്തണം, വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ നിങ്ങൾ കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക. എല്ലാ കമൻസും വായിക്കാറില്ലേ? വായിക്കണം. നമ്മളെ കമന്റ്സ് ആണല്ലോ നമ്മളെ മോട്ടിവേഷൻ. അതെ. അതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്, മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ താറായാലും ക്രിസ്റ്റയായാലും ഏതാണെങ്കിലും നമ്മള് കേരള വണ്ടി ആണെങ്കിലും അതുപോലെ ആൾട്ടോ 800 2020 കയ്യിലുണ്ട്, ഇന്നിപ്പോ ഇവിടെ ഇല്ല. പിന്നെ അതുപോലെ ഒരു ഹൈലൈറ്റ് 2012 VDI എർട്ടിഗ കയ്യിലുണ്ട്. വിത്ത് അലോയ് വീല്, വൈറ്റ് കളർ വണ്ടി, നല്ല വണ്ടി, നല്ല അത്യാവശ്യം നീറ്റുള്ള വണ്ടി കയ്യിലുണ്ട്, കൊടുക്കാനുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. താങ്ക് യു. ബൈ.